അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുത്തുബി 43. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിദല്ലാഹ്. ഖൗലുൽ മാത്തിൻ വലൈസ കുല്ലുഹു ബദീഹിയൻ വഇല്ലാ ലസ്തഗ്നാ അൻ തഅല്ലുമിഹി വലാ നദിരിയൻ വഇല്ലാ ലദാറ ഔ തസൽസല ബൽ ബഅദുഹു ബദീഹിയുൻ വബഅദുഹു നദിരിയുൻ മുസ്തഫാദുൻ മിൻഹു. വലൈസ കുല്ലുഹു, ഈ മന്ദിക്ക് മുഴുവനും അല്ല. ബദീഹിയ, അത് ബദീഹിയ എന്ന് പറയാൻ പറ്റില്ല. മന്ദിക്ക് എല്ലാം ബദീഹിയാണ് എന്ന് പറയാൻ പറ്റും. ഇല്ല, അല്ല, മന്ദിക്ക് മുഴുവനും ബദീഹിയാണ് എന്ന് വെക്കുകയാണെങ്കിൽ ലസ്തഗ്നാ അൻ തഅല്ലുമിഹി, അത് പഠിക്കാൻ ആവശ്യമുണ്ടാകൂല. കാരണം ബദീഹിയാണെങ്കിൽ പിന്നെ അത് പഠിക്കേണ്ടി വരില്ലല്ലോ, അവൻ പഠിക്കേണ്ട ആവശ്യം വരില്ല. അതേപോലെ വലാ നദിരിയ, നദിരിയും ആവൂല. മന്ദിക്ക് മുഴുവനും നദിരിയുമാവൂല. വഇല്ലാ ലദാറ ഔ തസൽസല, എല്ലാം മുഴുവനും നദിരിയാണെന്ന് വെച്ചാലോ അവിടെ ദൗറ് വരും, തസൽസല് വരും. എന്നല്ല, ചുരുക്കി പറഞ്ഞാൽ ചിലത് ബദീഹിയും ചിലത് നദിരിയുമാണ്. എങ്ങനത്തെ നദിരിയെ? അത് അതിൽ നിന്ന് എന്തു ചെയ്യും? മനസ്സിലാക്കിയെടുക്കപ്പെടും. അങ്ങനെ മനസ്സിലാക്കിയെടുക്കപ്പെടുന്ന നദിരിയാണ് പറയുന്നത്. എങ്കിൽ അപ്പോഴും ഞാൻ പറയുന്നു, ഹാദാ, ഈ പറഞ്ഞതായ ഖൗല്, വലൈസ കുല്ലുഹു ബദീഹിയൻ എന്ന് മാത്തിന് പറഞ്ഞ അത് ഇശാറത്തുൻ ഇലാ ജവാബി മുആറദത്തിൻ തൂറതു ഫീ ഹാഹുൻ തൗറതു ആഹുന. ഇശാറത്തും ഇത് സൂചിപ്പിക്കാനുള്ളതാണ്. ഇലാ ജവാബി മുആറദത്തിൻ, ഒരു എഴുത്തിറാദിനുള്ള ജവാബിലേക്ക്. എങ്ങനത്തെ എഴുത്തിറാദുള്ള എഴുത്തിറാദാണ്? പൂറതു, ആ എഴുത്തിറാദിനെ കൊണ്ടുവരപ്പെടുന്നതാണ് ഹാവുന, ഇവിടത്തിന്. ഇവിടത്തിന് എന്ന് പറഞ്ഞ മന്ദിക്കിലേക്കുള്ള ആവശ്യത്തെ ബയാൻ ചെയ്യുന്ന വിഷയത്തിൽ നമ്മുടെ ചർച്ച അതാണല്ലോ. മന്ദിക്കിലേക്കുള്ളതായ ആവശ്യത്തെ ബയാൻ ചെയ്യുന്നതിന് കൊണ്ടുവരപ്പെടുന്നതായ ഒരു എഴുത്തിറാദിലേക്ക് ജവാബിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് പറയാം. എന്നാൽ തൗജീഹുഹ, ആ എഴുത്തിറാദ് എങ്ങനെയാണ് പറയേണ്ടത് അത് പറയാൻ പോവാണ്. എഴുത്തിറാദുഹ, അതിനൊക്കെ എങ്ങനെയാ എഴുത്തിറാദ്, എങ്ങനെ അതിന്റെ ആ മുആറദ എങ്ങനെയാണ് പിന്നെ തൗജീഹ് ചെയ്ത് പറയാ? അത് ഇപ്രകാരമാണ് തൗജീഹ് ചെയ്ത് പറയാം. എങ്ങനെ? എങ്ങനെ പറയും? അയ്യുക്കാല, പറയപ്പെടലാണ്. അൽ മന്ദിക്ക് ബദീഹി, മന്ദിക്ക് ബദീഹിയാണ്. അങ്ങനാണെങ്കിൽ പല ഹാജത്ത ഇലാ തഅല്ലുമിഹി, മന്ദിക്ക് പഠിക്കേണ്ട ആവശ്യം അവിടെയില്ല. ഇതാണ് മന്ദിക്ക് ബദീഹിയാണ് ഒന്ന്. അങ്ങനെ മന്ദിക്ക് ബദീഹിയാണെങ്കിൽ പിന്നത് പഠിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല. കാരണം ബദീഹിയായ ഒരു കാര്യമാകുമ്പോൾ പിന്നത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇപ്പൊ രണ്ട് കാര്യമാണ്.
ഈത്തിറാദിൽ ഇപ്പൊ 2 വിഷയം അപ്പൊ ഈത്തിറാദിലുള്ളത്. ഒന്നാമത്തെ വിഷയം എന്താണ്? മന്ദിക്ക് ബദീഹിയാണ് എന്നുള്ളത്. രണ്ടാമത്തത് മന്ദിക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളത്. പഠിക്കേണ്ട ആവശ്യം വരൂല എന്ന് പറഞ്ഞ വിഷയം. ബയാനുൽ അവ്വലി. ഒന്നാമത്തതിനെ എങ്ങനെ ബയാൻ ചെയ്യാം? ഒന്നാമത്തത് എന്ന് പറഞ്ഞാല് മന്ദിക്ക് ബദീഹിയാണ് എന്നുള്ളതിന് എങ്ങനെ ബയാൻ ചെയ്യാം? അതിങ്ങനെയാണ്. തീർച്ചയായിട്ടും കാര്യം ലൗലം യകുനിൽ മന്ദിക്ക് ബദീഹിയ, മന്ദിക്ക് ബദീഹിയാകുന്നില്ല എങ്കിൽ അപ്പൊ ലക്കാന തസ്ബിയ, അപ്പൊ അത് തസ്ബിയാവണം. മന്ദിക്ക് ഈ ബദീഹിയല്ല എങ്കിൽ ബദീഹിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? കസ്ബിയാണ്. അപ്പൊ അത് കസ്ബിയാവണം. അപ്പൊ അങ്ങനെ കസ്ബിയാണെന്ന് വെക്കുമ്പോൾ ഫഹ്തീജ, അപ്പൊ അവിടെ ആവശ്യമാക്കപ്പെടുന്നതാണ് ഈ തഹ്സീരി, അതിനെ കരസ്ഥമാക്കണമെങ്കിൽ. ഇതാ മന്ദിക്കിനെ അതായത് കസ്ബിയായ മന്ദിക്കിനെ കരസ്ഥമാക്കുന്നതിൽ ആവശ്യമാക്കപ്പെടും. എങ്ങോട്ട്? ഇതാ കാനൂനിനാഹറ, വേറെ ഒരു കാനൂനിലേക്ക് വരും ആവശ്യമാവും. എങ്കിൽ താരിക്കൽ കാനൂനു അയവ, ആ കാനൂനോ ഏറ്റാജുല കാനൂനിനാഹറ, വേറൊരു കാനൂനിലേക്ക് ആവശ്യമാവും. അങ്ങനെ പോയി വന്ന് ഒരു പക്ഷേ ഇമ്മായി അതൂറ ബീൽ ഇക്തിസാബ് തിരിച്ചു വരും. അപ്പൊ ദൗറുണ്ടായി തീരും. ഔ എത്തസൽസലും തസൽസലാവും. വഹുമാ മുഹാലാനി, അത് രണ്ടും മുഹാല, അത് രണ്ടും മുഹാലാണ്. മനസ്സിലായ? അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോ എന്തായി? നമുക്ക് ജവാബിൽ എങ്ങനെ മനസ്സിലാക്കാം? എന്താ? അതായത് മന്ദിക്ക് എന്ന് പറയുന്നത് അത് നെരിയാണെങ്കിൽ പിന്നെ വലത്ത് ആരിവാഹും എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അത് നമ്മൾ സമ്മതിക്കില്ല. വലത്ത് വരും എന്നുള്ളത് നമ്മൾ വരില്ല. പിന്നെ ഈ വലത്ത് ഉണ്ടാകുന്നത് പിന്നെ അത് എപ്പോഴാണത്? മന്ദിക്ക് അതിന്റെ എല്ലാ അജിസാവും കൂടി നെറിയാവുകയാണെങ്കിലാണ് ഈ പറയപ്പെട്ടതായ ഈ ദൗറ് തസൽസുല് ലാസിമാകും എന്ന് പറഞ്ഞ കാര്യം. അത് നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. അത് മംനുവാ. പിന്നെപ്പോ എന്താ ഉള്ളത്? ചിലത് നദൂരിയാണ്, ചിലത് നദിരിയാണ്. മനസ്സിലായില്ലേ? ആ നദിരീനെ ചിലപ്പോ നദൂരിയിൽ നിന്ന് എന്ത് ചെയ്യും? മനസ്സിലാക്കിയെടുക്കപ്പെടും എന്ന് ചുരുക്കത്തിൽ എന്ത് ചെയ്യാം? അതിനെ സംബന്ധിച്ച് പറയാം. ഇതാണിപ്പം സത്യത്തിൽ പറഞ്ഞാൽ ഏത്, അതായത് നമ്മൾ പറഞ്ഞതായ പിന്നെ എത്തിറാവ്, ആ എത്തിറാവിന്റെ ജവാബുമാണ് ഇപ്പൊ നമ്മളിപ്പോ വിശദീകരിച്ചത്. എന്നാൽ ലാ യുക്കാലു, മുണ്ടാൻ പാടില്ല, പറയപ്പെടാൻ പറ്റൂല. എന്ത് പറയപ്പെടാൻ പറ്റൂല? അത് ഏതടിസ്ഥാനത്തിന്? ഇവിടെ മന്ദിക്ക് കസ്ബിയാണ് എന്ന് പറഞ്ഞില്ല. മന്ദിക്ക് കസ്ബിയാണ് എന്നുള്ള തക്തീറിന്റെ അടിസ്ഥാനത്തില് നമുക്ക് സങ്കല്പിക്കാൻ, നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. എന്ത്? ലുസൂമത്ത് ദൗരി അതി തസൽസുൽ, ദൗറോ തസൽസുലോ ഏതെങ്കിലും ഒന്ന് ലാസിമാകുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? സമ്മതിക്കാൻ പറ്റൂല. എങ്കിൽ വൈന്നമായ എൽസമുദാരിക്ക, ഈ ദൗറോ അല്ലെങ്കിൽ തസൽസുലോ ലാസിമാകുന്നത് ഏത്? കസ്ബിയാണ് എന്നുള്ള തഖ്ദീർ പ്രകാരം ലൗലം എന്തെങ്കിൽ ഇഖ്തിസാബ് ഇലാ കാനൂനിൻ ബദീഹി, ഒരു ബദീഹിയായ കാനൂനിലേക്ക്. എങ്ങനെ? ഒരു ബദീഹിയായ കാനൂനെ, ആ ബദീഹിയായ കാനൂനിലേക്ക് അറ്റമായിട്ടില്ലെങ്കിലാണ് ലാസിമാകൂല എന്ന് ലാസിമാകുന്നത് എന്ന് പറഞ്ഞില്ലേ? എങ്കിൽ ആ പറഞ്ഞ കാര്യം മംനൂൻ, അത് നമുക്ക് സമ്മതിക്കാൻ പറ്റില്ല. ഇനിയപ്പോ പറഞ്ഞതെന്നറിയാം, അതായത് ഒരു ഇത്തിറാദാണ്. അതായത് മന്ദിക്ക് എന്ന് പറയുന്നത് കസ്ബിയാണ് എന്നുള്ള തഖ്ദീർ പ്രകാരം വെക്കുകയാണെങ്കിൽ
ഞങ്ങൾ ദൗറോ തസൽസുലോ ലാസിമാകും എന്ന് സമ്മതിക്കൂല. പിന്നെ ഈ ദൗറും തസൽസുലും ലാസിമാകുന്നത് എപ്പോഴാണ്? അതായത് ഒരു ബദീഹിയായ കാനൂനിലേക്ക് ഇക്തിസാബ് അറ്റമായിട്ടില്ലെങ്കിലാണ്. മനസ്സിലായില്ലേ? ഇതാണ് ഒരു ഈത്തിറാബ്. ആ ഈത്തിറാബ് ശരിയല്ല, അത് നമ്മൾ സമ്മതിക്കില്ല. ആ ഈത്തിറാബ് ശരിയല്ല, നിങ്ങളാ പറഞ്ഞ ഈത്തിറാബ് നമുക്ക് സമ്മതിക്കാൻ പറ്റൂല. എന്താ സമ്മതിക്കാൻ പറ്റൂല എന്ന് പറയാനുള്ള കാരണം? ഈ അന്നാനോ കൂലും തീർച്ചയായിട്ടും നമ്മൾ പറയും. എന്താ പറഞ്ഞത്? അൽ മന്ദിക്കും, മന്ദിക്ക് എന്ന് പറഞ്ഞാല്, അങ്ങനെ മന്ദിക്ക് എന്ന് പറഞ്ഞാല് അതായത് മജ്മുഉ ഖവാനീനിൽ ഇഖ്തിസാബി, ഇഖ്തിസാബിന്റെ നിയമങ്ങൾ എല്ലാം സമ്മേളിച്ചിട്ടുണ്ടാകുന്ന ഒന്നാണ് ഏത്? മന്ദിക്ക്. ഇഖ്തിസാബിന്റെ എല്ലാം അതിലുണ്ടാവും, എല്ലാം ഇഖ്തിസാബിന്റെ നിയമങ്ങൾ കാനൂനുകൾ മുഴുവനും അതിലുണ്ടാവും. അപ്പൊ അതടിസ്ഥാനത്തില് എന്ത് ചെയ്ത് ഫൈദ പറഞ്ഞ നമ്മൾ സങ്കല്പിച്ചു. അന്നൽ മന്ദിക്ക ഗസ്ബിയും, മന്ദിക്ക് ഗസ്ബിയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്ത് പറഞ്ഞു. എന്നിട്ട് എന്ത്? മന്ദിക്ക് ഗസ്ബിയാണ് എന്ന് പറഞ്ഞു ചെയ്തിട്ട് ഹാവന്ന നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്തു. ഇഖ്തിസാബ കാനൂനി മിൻഹ, ആ പറയപ്പെട്ടതായ പിന്നെ ഇഖ്തിസാബിൻ മിൻഹ, ആ ഇഖ്തിസാബിന്റെ കാനൂനിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു കാനൂനിനെ ഇഖ്തിസാബ് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്ത് ഉദ്ദേശിച്ചു. മനസ്സിലായില്ലേ? അതായത് പഞ്ചാബ് പറഞ്ഞതറിയാം, മന്ദിക്ക് എന്ന് പറഞ്ഞ ഇഖ്തിസാബിന്റെ നിയമങ്ങൾ ഒരുമിച്ച് കൂടിയതാണ്. നമ്മള് എന്ത് ചെയ്ത്? മന്ദിക്ക് ഗസ്ബിയാണെന്ന് നമ്മൾ പറഞ്ഞു ചെയ്തു. എന്നിട്ടോ അതിൽ നിന്ന് മന്ദിക്കിന്റെ കാര്യം നമ്മൾ പിന്നെ പറഞ്ഞ് ഗസ്ബ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുകയും ചെയ്തു. ഏത് സ്ഥിതിയില് തഖ്ദീറു സങ്കല്പിക്കപ്പെട്ട വിഷയം ഏതാണ്? അന്നൽ ഇഖ്തിസാബ ലാ യതിമു ഇല്ലാ ബിൽ മന്ദിക്ക്, ഇഖ്തിസാബ് എന്നുള്ള കാര്യം പൂർണ്ണമാവണമെങ്കിൽ എന്ത് വേണം? മന്ദിക്ക് വേണം. മന്ദിക്കില്ലാതെ ഇഖ്തിസാബ് എന്നുള്ള വിഷയം പൂർത്തമാവും. അപ്പൊ അതടിസ്ഥാനത്തിൽ വെക്കുമ്പം ഫയതവഖഫു ഇഖ്തിസാബു ദാലിക്കൽ കാനൂനി, ആ പറയപ്പെട്ട കാനൂനിനെ ഇഖ്തിസാബ് ചെയ്യുക എന്നുള്ളത് ബന്ധിക്കും. അലാ കാനൂനിൻ ആഖറ, വേറെ കാനൂനിന്റെ മേലിൽ ഗസ്ബിയും അലാ ദാലിക തഖ്ദീരി, അപ്പൊ മുഴുവനും ഗസ്ബിയാണ് എന്നുള്ള അടിസ്ഥാനത്തിൽ അത് ഗസ്ബിയായി തീരും. അപ്പോഴും തോറും എനിക്ക് തസൽസുലും ലാസിമാവും. അതാണ്. അപ്പൊ ഈ ഈത്തിറാദിന്റെ ജവാബാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ആ ഈത്തിറാദ് ഇങ്ങനെ മനസ്സിലാക്കാം. അതായത് മന്ദിക്ക് എന്ന് പറഞ്ഞാല് ഇത്രയാണ്. മന്ദിക്ക് എന്ന് പറഞ്ഞാല് ഒരു മുഅയ്യനത്തായ കാനൂനിനെ തൊട്ട് എല്ലാ സത്യത്തിലും മന്ദിക്ക് എന്ന് പറയാം. മനസ്സിലായില്ലേ? ഒരു മുഅയ്യനായ കാനൂനുകളെ സംബന്ധിച്ച് മന്ദിക്ക് എന്ന് പറയില്ല. പിന്നെന്താണ്? അതായത് ഇഖ്തിസാബിന് വേണ്ടി ഫർള് ചെയ്യപ്പെടുന്ന കാനൂന് ഏതാണോ അത് മന്ദിക്കിന് പെടും. ഇത്രയേ ഉള്ളൂ. മനസ്സിലായ? ഇഖ്തിസാബിന് വേണ്ടി ഫർള് ചെയ്യപ്പെടുന്ന കാനൂന് ഏതോ അത് മന്ദിക്കിന് പെടും. അപ്പൊ അതടിസ്ഥാനത്തിൽ മന്ദിക്ക് മുഴുവനും പിന്നെ നമ്മൾ നബിജിയത്താണ് സങ്കല്പിച്ചു എന്ന് വെക്കുക. അങ്ങനാണെങ്കിൽ ഒരു കസ്ബിയായ കാനൂനിന് എന്ത് ചെയ്യാൻ പറ്റൂല? ഒരിക്കലും തസവറാക്കപ്പെടാൻ പറ്റൂല. എങ്ങനത്തെ കസ്ബിയായ കാനൂനായത് ബദീഹിയാവും. അങ്ങനത്തെ ഒരിക്കലും എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ ചുരുക്കത്തിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം.
ഇനി അതാണ് ഒന്നും കൂടി വിശദീകരിക്കാൻ പോണത്. തഖ്ദീറുൽ ജവാബി, ഈ ഇവിടെ പറഞ്ഞതായ ജവാബിനെ ഒന്ന് തഖ്ദീർ ചെയ്യല്, അതൊന്നും കൂടി വിവരിക്കുക എന്ന് പറഞ്ഞത് അന്നൽ മന്തിഖ, തീർച്ചയായിട്ടും മന്തിഖ് ലൈസ ബിജമീഇ അജ്സാഇഹി ബദീഹിയ, മന്തിക്കിന്റെ എല്ലാ ജുസുക്കളോടും കൂടി അത് ബദീഹിയാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇല്ല, അല്ല, ഇനി അത് ജമീഉൽ അജ്സാവോട് കൂടി ബദീഹിയാന്ന് പറയുകയാണെങ്കിലോ നസ്തഗനാന്താജമി പഠിക്കേണ്ട ആവശ്യം വരികയല്ല. അത് പഠിക്കേണ്ട ആവശ്യം വരില്ല. അതുപോലെ വലാബി ജമീ അജ്സായി ഗസ്ബിയ, എല്ലാ അജ്സാവും ഗസ്ബിയാന്നും പറയാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞാലോ വൈല്ലാലസിമ ദൗറുവ തസൽസുലു, അപ്പോഴും ദൗറും തസൽസുലോട് ഉണ്ടായിത്തീരും. ഇതുപോലെ കമാതക്കറും മേച്ചറിവ് പറഞ്ഞതുപോലെ. പിന്നെന്താ കുട്ടിയെ, അതായത് ബദീഹിയുൻ, അതിന്റെ ജുസുക്കളിൽപ്പെട്ടതായ ചിലത് ഏതാണ് ബദീഹിയാണ്. ഏതുപോലെ, ഉദാഹരണം ശക്രിൽ അവല് പോലെ. നമ്മൾ 4 ശക്ലുകളിൽപ്പെട്ട ഒന്നാമത്തെ ശക്ൽ അത് ബദീഹിയാണല്ലോ. ഈജാബു സൂറ ഉബീദിയത്ത് കുല്ലിയത്ത് കുബറ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ശക്ല്, ആ ഒന്നാമത്തെ ശക്ല് അത് ബദീഹിയാണ്. വൽ ബഅദുല്ലാഹു ഗസ്ബിയും, മറ്റേ ബാദ് ഗസ്ബിയാണ്. ബാക്കി അസ്കാരി എന്തായ അപ്പൊ ആകയാൽ വൽ ബഅദു ഗസ്ബിയും. അല്ലെ കസ്ബിയായ ബഅദ്, അപ്പൊ കസ്ബി എന്ന പലതുണ്ട് എന്ന് അറിഞ്ഞില്ലേ. ഈ കസ്ബിയായ പിന്നെ ഇതിൽ നിന്ന് തന്നെ ജുസുക്കളിൽ നിന്ന് തന്നെ ചില ജുസ് ഇന്നമായി ഇസ്തഫാദു, തീർച്ചയായിട്ടും അത് മനസ്സിലാക്കപ്പെടുന്നത് അതിനെ കരസ്ഥമാക്കി എടുക്കപ്പെടുന്നത് നിങ്ങൾ ബഅദിൽ ബദീഹി, ബദീഹിയായ ബാദിനായിക്കോട്ടെ. അപ്പോഴെ ലൗന്ത സഫിയും വരുന്നില്ലല്ലോ എന്ന് ഇതല്ല. കസ്ബിയായ ബഅദ് തന്നെ അത് ഫായിദ വെപ്പിച്ചെടുക്കപ്പെടുന്നത് ബദീഹീനാക്കുക. പല ദൗറും തസൽസിലും വരില്ല. കസ്ബീന് തന്നെ ആവുമ്പോഴാണല്ലോ അവിടെ ദൗറും തസൽസിലും വരാന്നുള്ള വിഷയം വരുന്നത്. അപ്പൊ അത് വരില്ല എങ്കിൽ നീ മനസ്സിലാക്ക. ആ എത്തിറാൽ തന്നെ നമുക്ക് ഒന്നും കൂടി ഗണിക്കാൻ പോകാൻ. ആ എത്തിറാളും തന്നെ അതിനൊന്നും കൂടി റദ്ദ് ചെയ്യാൻ വേണ്ടി പോകും. നേരത്തെ പറഞ്ഞ എത്തിറാള് അന്ന ഹാഹുന മഖാമേനി, നമ്മളിപ്പോ ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിലുണ്ട് എന്തുണ്ട്, അതായത് മഖാമേനി 2 ദഅവയുണ്ട് ഇവിടെ. ഏതാ 2 ദഅവ? നമ്മളിപ്പോ ഈ പറഞ്ഞിടത്തെ 2 ദഅവ ഉണ്ട്. എന്താണ് ഈ 2 ദഅവ? ഏതാണ് ഈ 2 ദഅവ? അൽ അവ്വലു, ഒന്നാമത്തേത് അൽ ഇഹ്തിയാജു ഇലാ നഫ്സിൽ മന്ദിക്ക്, ഒന്ന് മന്ദിക്കിന്റെ നഫ്സിലേക്ക് ആവശ്യമല്ല. മനസ്സിലായില്ല? ഒന്ന് മന്ദിക്കിന്റെ നഫ്സിലേക്ക് ആവശ്യമല്ല. പിന്നെ അതേപോലെ തന്നെ വസ്താനി, രണ്ടാമത്തത് അൽ ഇഹ്തിയാജു ഇലാ തഅല്ലുമിഹി, മന്ദിക്കിനെ പഠിക്കുന്നതിലേക്ക് ആവശ്യമല്ല. എങ്ങനെ? ഒന്ന് നഫ്സുൽ മന്ദിക്കിലേക്ക് ആവശ്യം ഉണ്ടാകുക, രണ്ടാമത്തത് ആ മന്ദിക്കിനെ പഠിക്കുന്നതിലേക്ക് ഉണ്ടാകുന്ന ആവശ്യം. ഈ 2 വിഷയം ഇവിടെ ചർച്ചയാണ്. എന്നിരുന്നാലും വദ്ദലീലു എന്നാ ഇവിടെയുള്ള ദലീൽ ഏത്? മന്ദിക്കിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതിനേക്കുള്ള തെളിവ് ഇന്നമാ യന്തഹിറു, അത് കായ്മാകുന്നത്, അത് നിലനിൽക്കുന്നത്, അത് എപ്പോഴാണ്? അലാ സുബൂത്തിൽ ഇഹ്തിയാജിലൈഹി, മന്ദിക്കിലേക്കുള്ള ഇഹ്തിയാജ് സുബൂത്താകുമ്പോഴാണ് ഏത്? ഈ മന്ദിക്കിലേക്കുള്ള ആവശ്യം ഇവിടെ ഉണ്ടായിത്തീരുന്നു. എന്തായില്ല? മന്ദിക്കിലേക്കുള്ളതായ ആവശ്യം സുബൂത്താകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? അതായത് പിന്നെ ഈ പറയപ്പെട്ട ദലീലുകളൊക്കെ ഇതിന്റെ മേലിൽ കായ്മാകുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് മന്ദിക്കിലേക്കുള്ളതായ ആവശ്യം ഇഹ്തിയാജാകുന്നത് എപ്പോഴാണ്? മന്ദിക്കിലേക്കുള്ള ഇഹ്തിയാജ് സുബൂത്താവണം. മന്ദിക്കിലേക്കുള്ള ഇഹ്തിയാജ് സുബൂത്താകുമ്പോഴാണല്ലോ
മന്ദിക്കിലേക്കുള്ളതായ ഇഹ്തിയാജ് ഉണ്ടായിത്തീരുന്നത്. ആദ്യം ഇഹ്തിയാജ് ഉണ്ടാവണം. ആദ്യം ഇപ്പൊ നമുക്കിപ്പം കോഴിക്കോട്ടേക്ക് പോകണമെങ്കിൽ കോഴിക്കോട്ടേക്ക് പോവേണ്ട ആവശ്യം ആദ്യം ഉണ്ടാവണം. അത് സ്ഥിരപ്പെടണ്ടേ? അപ്പോഴല്ലേ കോഴിക്കോട്ടേക്ക് പോവേണ്ട ഇഹ്തിയാജ് വരെ വരുന്നുള്ളൂ. പിന്നെന്തല്ല ലാ ഇലാഹ തഅല്ലുമി പഠിക്കുന്ന വിഷയത്തിലേക്കല്ലാന്ന്. ആകയാൽ വൽ മുആറദത്തുൽ മദ്കൂറ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഇത് അതാ ഇശാറത്തുൻ ഇലാ ജവാബി മുആറദത്തിൻ എന്ന് പറഞ്ഞില്ല. ആ മുആറദയിലേക്ക് ജവാബാണെന്ന് പറഞ്ഞില്ല. എന്നാൽ ആ മേലെ പറയപ്പെട്ട മുആറദ അതിന് ഫറദില്ല. നമ്മൾ അതിനെ ഫർദ് ചെയ്താൽ സങ്കല്പിച്ചാൽ എന്താണ് നമ്മൾ ഫർദ് ചെയ്തത്? തമാമഹ, ഏത് അവര് കൊണ്ടുവന്ന ഇത്തിറാദ് അത് താമാണ് എന്ന് നമ്മൾ ഫർദ് ചെയ്തു എന്ന് വെക്കുക. എന്നാ തന്നെ ലാ തദുല്ലു അത് അറിയിക്കുകയില്ല ഇല്ലാതിനായൻ താല്ലുമിൻ മന്ദിക്ക്. അവളാ വിഷയം. മന്ദിക്കിന്റെ താല്ലുമിനെ തൊട്ടുള്ള ഇസ്തിഗ്നാഇന്റെ മേലിൽ മാത്രമേ അത് അറിയിക്കുന്നുള്ളൂ. ഇഹ്തിയാജിന്റെ വിഷയമായി ബാധകമാകുന്നില്ല. മന്ദിക്കിനെ പഠിക്കുന്നതിനെ തൊട്ടുള്ള ഇസ്തിഗ്നാഇന്റെ മേലെ അറിയിക്കുന്നുള്ളൂ. സത്യത്തിൽ ബഹുവ ഈ മന്ദിക്കിനെ പഠിക്കുന്നതിനെ തൊട്ടുള്ള ഇസ്തിഗ്നാഇ എന്ന് പറഞ്ഞ വിഷയം, മന്ദിക്കിനെ തൊട്ട് പഠിക്കുക എന്നുള്ള വിഷയം അതിലായുനാക്കിയത് ഇഹ്തിയാജിലെ ഈ മന്ദിക്കിലേക്കുള്ള ആവശ്യത്തിനോട് എതിരല്ലല്ലോ. അപ്പം സത്യത്തിൽ പറഞ്ഞാല് മന്ദിക്കിനെ പഠിക്കുക എന്നുള്ളത് അതൊരു വേറെ വിഷയം. മന്ദിക്കിലേക്ക് ഇഹ്തിയാജാകുക എന്നുള്ളത് വേറെ വിഷയം. അത് രണ്ടും രണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലായ പോയതോ വിദൂരത്തായതല്ല. അതിന്റെ തീർച്ചയായിട്ടും കാര്യം മന്ദിക്കിനെ പഠിക്കുന്നതിലേക്ക് ആവശ്യമോ ഉണ്ടാവൂല. അത് വൈകല്ല. കാരണം മന്ദിക്കിനെ പഠിക്കുന്നതിലേക്ക് ഇഹ്തിയാജില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പ്രശ്നം വരുന്നില്ലല്ലോ. കാരണം മന്ദിക്കിനെ പഠിക്കുന്നതിലേക്കല്ലല്ലോ ഇപ്പൊ നമുക്ക് ആവശ്യം, മന്ദിക്കിലേക്കുള്ള ഇഹ്തിയാജ് നമുക്ക് ആവശ്യം. കാരണം എന്താ? കൗനിഹി ഗൗരിയ, കാരണം മന്ദിക്ക് ഗൗരിയാണ് ജന്യ അജിസായി, അതിന്റെ എല്ലാ അജിസായിന്റെയും അടിസ്ഥാനത്തിൽ അത് പിന്നെ ഗൗരിയാണല്ലോ. അല്ലെങ്കിൽ അവര് കൗനി അല്ലെങ്കിൽ മന്ദിക്കായി മാലൂമൻ അത് അറിയപ്പെട്ടതായി. വിഷയിനാകറ വേറൊരു ഷെയ് കൊണ്ട് എന്ത് ചെയ്ത് അറിയപ്പെട്ടു. അതോടുകൂടി തെക്കുവന്ന് ലാജത്തു ആവശ്യമാവുകയും ചെയ്തു. മാസത്തെ നിരാനഫ്സി മന്ദിക്കിന്റെ നെഫ്സിലേക്കാണ് ഈ ആവശ്യം എന്ത് ചെയ്യുന്നത്, ബന്ധിക്കുന്നത്. ഏത് വിഷയത്തില്? ഈ തഹസീലിൽ ഉലൂമിൻ നബിരിയായ ഇൽമുകളെ കരസ്ഥമാക്കുന്ന വിഷയത്തിൽ. മനസ്സിലായോ? അപ്പൊ നബിരിയായ ഇൽമുകളെ കരസ്ഥമാക്കുന്നതായ വിഷയത്തിൽ മന്ദിക്കിന്റെ നെഫ്സിലേക്ക് ആവശ്യം ഉണ്ടായിരിക്കുക. ആകയാൽ മറുക്കൂറും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ മഅരിൽ മുആറദത്തി ഇത്തിറാദിന്റെ മക്കാമിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ചർച്ച ചെയ്യപ്പെട്ട വിഷയം, നിങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടുവന്ന വിഷയം ഉണ്ടല്ലോ, അത് സത്യത്തിൽ പറഞ്ഞാൽ ലാ യസിഖുലിൽ മുആറദ, അത് മുആറദക്ക് തന്നെ പറ്റൂലെന്ന്. കാരണം എന്താ? മന്ദിക്കിനെ പഠിക്കുന്നതിലേക്ക് ആവശ്യമുള്ള വിഷയം തന്നെയല്ല. അതല്ല ഇപ്പൊ ഇവര് ഇത്തിറാദ് കൊണ്ടുവന്നൊരു വിഷയം. എവിടെ? കാരണം എന്താ വെച്ചാൽ അന്നഹ അത് മുക്കാബലയാണ്. ആ കൊണ്ടുവന്ന മുഅ്തറള അത് മുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു മുക്കാബലയാണ്. മുമാനത്തിന്റെ അടിസ്ഥാനത്തിലൂടെ, അതായത് വിഷയത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? മൻഇ ചെയ്യുക, പാടെ അതിന് ഇത്തിറാദ് ചെയ്യുക എന്നത് മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ. ഇവര് കൊണ്ടുവന്ന ഇത്തിറാദ് കൊണ്ടുള്ള ഉദ്ദേശം അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഇത്തിറാദിനെ അതിൻ്റെതായ ത്വരീഖത്തിലൂടെ ഒരു കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടില്ല.
ഈത്തിറാദേർക്ക് എന്ത് ചെയ്തിട്ടില്ല, സാധിച്ചിട്ടില്ല. ഇനി കാല മുസ്ലിം റഹ്മത്തുള്ളാഹി പറയാണ്, അൽ ബഹത്തു സാനി, രണ്ടാമത്തെ ബഹത്ത്, ഈ മൗദൂഇൽ മന്ദിക്കിന്റെ മൗദൂ, സബ്ജക്ട് മന്ദിക്കിന്റെ മൗദൂഇനെ സംബന്ധിച്ചാണ്. എന്നാ മൗദൂ കുല്ലി ഇൽമിൻ, ഏതൊരു ഇൽമായാലും ആ ഇൽമിനിക്കുള്ളതായ മൗദൂ അത് ഒരു വിഷയമാണ്. എങ്ങനത്തെ വിഷയം? യുബഅദു ബിഹി, അതിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അൻ അവാരിദിഹി, അതിന്റെ ആരിദിയായ കാര്യങ്ങളെ സംബന്ധിച്ച്. എങ്ങനത്തെ ആരിദിയായ കാര്യങ്ങളാണ്? തൽഹഖുഹു, ഈ പറയപ്പെട്ടതായ ആ ഒന്നിനുക്ക് ഉണ്ടായിത്തീരുന്ന, ആ ഒന്നിനുക്ക് ഉണ്ടായിത്തീരുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യപ്പെടുന്നതായി. ഏതടിസ്ഥാനത്തിലാണ് അത് ചേരുന്നത്? ഇമാ ഹുവ ഹുവ ഹുവ, അതിന്റെ ദാത്തിലേക്ക് ചേരാം. അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് ഔദായിമാവി, അല്ലെങ്കിൽ അതിനോട് മുസാവിയാകുന്നതിലേക്ക്, ഔലി ജുസി അല്ലെങ്കിൽ അതിന്റെ ജുസിയിലേക്ക് യോജിക്കുക. അവ ചുരുക്കി പറഞ്ഞപ്പോ എന്തേ പറഞ്ഞത്? രണ്ടാമത്തെ ബഹസ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് മന്ദിക്കിന്റെ മൗദൂ, സബ്ജക്ട്. മൗദൂ എന്ന് പറഞ്ഞാൽ, ഒരു ഇൽമിന്റെ മൗദൂ എന്ന് പറഞ്ഞാൽ, ഒരു ഇൽമിൻകുള്ളതായ മൗദൂ എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഏതു വിഷയത്തെ സംബന്ധിച്ചാണ് പ്രധാനമായും ആ ഇൽമിന് ചർച്ച ചെയ്യപ്പെടുന്നതെങ്കിൽ ആ ഒന്നിനെ സംബന്ധിച്ചാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, വൈദ്യശാസ്ത്രം. ഈ വൈദ്യശാസ്ത്രത്തിന്റെ മൗദൂ ഏതാണ്? അതായത് നഫ്സ് ബദനുൽ ഇൻസാനാണ്, മനുഷ്യന്റെ ബോഡിയാണ്. ഈ മനുഷ്യന്റെ ബോഡിയെ സംബന്ധിച്ചാണ് ഇതിന് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏത് വൈദ്യശാസ്ത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്, ഇൽമുത്തിബിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുപോലെ മന്ദിക്കിൽ മാലൂമാത്ത് തസവൂരി, മാലൂമാത്ത് തസ്ദീഖിയുമാണ്. ആ മാലൂമാത്ത് തസ്ദീഖിയക്കും തസവൂരിയേക്കും ആരുതാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ ആകയാൽ മൗദൂഉൽ മന്ദിക്കിന്റെ മൗദൂ ഏതാ? മാലൂമാത്തു തസവൂരിയത്തു വത്തസ്ദീഖിയ, തസവൂരിയും തസ്ദീഖിയുമായ മാലൂമാത്താണ്. കാരണം ഒരു മന്ദിക്കി പണ്ഡിതൻ ചർച്ച ചെയ്യുന്നത് അവ രണ്ടിനെയും സംബന്ധിച്ചാണ്. മാലൂമാത്തു തസവൂരിയെ സംബന്ധിച്ചും തസ്ദീഖിയെ സംബന്ധിച്ചുമാണ്. അതെന്ന് ഏതടിസ്ഥാനത്തില്? മിൻ ഹൈസു ഇന്നഹ, തീർച്ചയായും ഈ മാലൂമാത്തു തസവൂരിയും മാലൂമാത്തു തസ്ദീഖിയുമാകുന്നത് മൂസിദു ഇലാ മജ്ഹൂലിൻ തസവൂരിനൗ തസ്ദീഖിയും. തസവൂരിയായ മാലൂമാത്ത് പിന്നെ മജ്ഹൂലിയായ തസവൂരിയാത്തിലേക്കും, തസ്ദീഖിയായ മാലൂമാത്ത് തസ്ദീഖിയായ മജ്ഹൂലിലേക്കും എന്ത് ചെയ്യും? ചേർക്കും. ഒരു രൂപ. രണ്ടാമത്തെ രൂപ മിൻ ഹൈസു ഇന്നഹ, തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടതായ മാലൂമാത്ത് തസവൂരി മാലൂമാത്ത് തസ്ദീഖിയും യതവക്കഫു അലൈഹി, അതിന്റെ മേലിൽ ബന്ധിക്കും. അത് മൂസിലിലെ തസവൂറിലേക്ക് ചേർക്കുന്ന ഒരു കാര്യം, തസവൂറിലേക്ക് ചേർക്കുന്ന കാര്യം മാലൂമാത്താണ്. അപ്പൊ ഏതുപോലെ കൗനിയ, ഈ പറയപ്പെട്ടതായ ഈ മാലൂമാത്ത് ആകും പോലെ ഒരു പക്ഷെ കുല്ലിയാകുക, ജുസിയാകുക, ധാത്തിയാകുക, അർവിയാകുക, ജിൻസാകുക, ഫസലാകുക, അർലാകുക, ഫാസാകുക, അതൊക്കെ അവിടെ ചർച്ച ഉണ്ട്. മനസ്സിലായ? ഇനി മൂന്നാമത്തെ ഹൈസിയത്ത് ഏതാ? മൂന്നാമത്തെ ഹൈസിയത്ത് അങ്ങനെ ചർച്ച ഉണ്ട്. തീർച്ചയായിട്ടും ഈ മാലൂമാത്ത് തസവൂരിക്കുക യതവക്കഫു അലൈഹ, ചില കിതാബിൽ യതവക്കഫു അലൈഹി എന്ന് കാണാം. അത് ശരിയല്ല. യതവക്കഫു അലൈഹ, അതിന്റെ മേൽ എന്ത് ചെയ്യും? ബന്ധിക്കും. ഏത് ബന്ധിക്കും? അൽ മൂസില തസ്ദീഖിലേക്ക് ചേർക്കുന്ന ഒരു വിഷയം ചേർക്കുന്നത്. അത് ഒരു പക്ഷെ എന്താ? ഇമ്മാ തവഖുഫൻ കരീബിയായ രൂപത്തിലുള്ള ബന്ധിക്കലാവാം. കൗനിയ, കദിയാകുക, അക്സ് കദിയാകുക, കദീനെ നക്കീറയാകുക. അല്ലെങ്കിൽ ഇമ്മാ തവഖുഫൻ ബഈദായിട്ട് വരിക. ഏതുപോലെ? അത് ആ മാലൂമാത്ത് ഏതായിട്ട് വരിക? മൗദൂആത്തായിട്ട് വരിക, മഹ്മൂലാത്തായിട്ട് വരിക.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്ത് പറഞ്ഞു? രണ്ടാമത്തെ ചർച്ച മന്തിക്കിന്റെ മൗദൂആണ്. ബസ് അല്ലാഹു അഅലം ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.